അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ നമുക്ക് പവർ പോയിന്റിൽ വളരെ മനോഹരമായിട്ട് കാർട്ടൂണുകളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതിനാദ്യമായിട്ട് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ചെയ്തിട്ടിരിക്കുക. അതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു പിക്ചറും ഒരു ഗിഫിൻ്റെതും അതുപോലെ ഒരു PNG ഒരു ട്രീയുടേതുമാണ് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്കിനി ഓരോന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ലയൻ്റെ ഗിഫാണ്, അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഒരു മലയും ഒക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിനെ നമുക്ക് സ്ക്രീൻ ഫുള്ളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ട്രീനെ സെറ്റ് ചെയ്യണം. ട്രീനെ ഈ പിക്ചറിൻ്റെ, അതായത് ഈ ഫിറ്റായിരിക്കുന്ന പിക്ചറിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് കൊണ്ടുവന്ന് ഇതുപോലെ വയ്ക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ എത്ര വലിപ്പത്തിനാണോ വേണ്ടത് ആ ഒരു വലിപ്പത്തിന് വയ്ക്കാം. അതിനുശേഷം അതിൽ നിന്ന് കോപ്പി ചെയ്ത് ഒരു ചെറിയ ഒരു മരമാക്കി നമുക്ക് ഒരു തൊട്ടടുത്തായിട്ട് സെറ്റ് ചെയ്യാം. അടുത്ത അതിൽ നിന്ന് തന്നെ മറ്റൊന്നിനെ കോപ്പി ചെയ്ത് നമുക്ക് വീണ്ടും ഒരു ചെറിയ ട്രീ കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക്ഗ്രൗണ്ട് പിക്ചറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അതിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള 2 ട്രീസും അതുപോലെ തന്നെ വലിയ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് പിക്ചർ ടൂൾസിൽ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ ഇത് മൂന്നും ഗ്രൂപ്പായിട്ട് മാറി. നെക്സ്റ്റ് ഈ ഒരു നമ്മൾ ചെയ്ത ഗ്രൂപ്പും അടുത്തുള്ള ട്രീയും കൂടെ നമുക്ക് വീണ്ടും ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഗ്രൂപ്പായി മാറും. ഇനി കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കൊരു കോപ്പി കിട്ടും. ആ കോപ്പി നമുക്ക് തൊട്ടടുത്തായിട്ട് ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ, ഇതിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സെറ്റ് ചെയ്തതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പിക്ചറിനെ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഗ്രൂപ്പിൻ്റെ ഓപ്ഷനിൽ തന്നെ വന്നിട്ട് അൺഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ട്രീയും പിക്ചറും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ബാക്കിലോട്ട് വിടണം. അതിന് സെൻഡ് ബാക്ക്വേഡ് കൊടുത്താൽ മതി. ഈ പിക്ചർ ബാക്കിലും ട്രീയും മുന്നിലുമായിട്ട് വരും. സെയിം അതുപോലെ തന്നെ രണ്ടാമത്തെ പിക്ചറിലും ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്തു, രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, സെൻഡ് ബാക്ക്വേഡ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് പിക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ട്രീസ് രണ്ടും മുന്നിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി 2 ബാക്ക്ഗ്രൗണ്ട് പിക്ചറുകളും ഒരുമിച്ച് സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് കൊടുക്കുക. അത് രണ്ടും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തു. നെക്സ്റ്റ് ആനിമേഷൻ പാനൽ എടുക്കുക. അതിൽ നമ്മുടെ ലയൻ മോഷൻ പാത്തിൽ ലയൻ എന്ന് പറയുന്ന ആനിമേഷൻ കൊടുക്കാം. താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇവിടെ കാണാൻ ചെറിയൊരു റെഡ് കളർ ഒരു ഡോട്ട് ഉണ്ടാവും. അതിനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2 ട്രീസും ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കണം. പിക്ചർ ടൂളിൽ ഗ്രൂപ്പ് കൊടുത്ത് നമുക്ക് 2നെ ഒരുമിച്ച് ഗ്രൂപ്പ് കൊടുക്കാം. നെക്സ്റ്റ് ആനിമേഷനിൽ വന്നിട്ട് നമുക്ക് ആനിമേഷൻ പെയിൻറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇതുപോലെ നമുക്ക് ട്രീസ് മൂവ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് അതിൻ്റെ ടൈമിംഗ് ഒക്കെ ക്ലിയർ ചെയ്യണം. അതിന് നോക്കിയേ, ആനിമേഷൻ പാൻ
ആനിമേഷൻ പാൻ എന്ന് പറയുന്ന ടൂള് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 പോർഷന് വരുന്ന കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. 5 സെക്കൻഡ്, വെരി സ്ലോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അടുത്ത് റിപ്പീറ്റ്, എത്ര ടൈമാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, 5 ടൈമാണ് കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്ക് കൂടുതലും കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് എഫക്റ്റിൽ വന്നിട്ട് സ്മൂത്ത് സ്റ്റാർട്ടും സ്മൂത്ത് എൻഡും നമുക്ക് 0 സെക്കൻഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പിക്ചർ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ്, ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാം. ടൈമിംഗ് കൊടുക്കുക. ഇവിടെയും സെയിം നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ 5 സെക്കൻഡ് വെരി സ്ലോ കൊടുക്കുക. 5 ടൈംസ് റിപ്പീറ്റ് ഡ്യൂറേഷൻ കൊടുക്കുക. നെക്സ്റ്റ് എഫക്റ്റ് സ്മൂത്ത് സ്റ്റാർട്ട് സ്മൂത്ത് എൻഡ്, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ട്രീസും എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാർട്ട് വിത്ത് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ. നെക്സ്റ്റ് ഇനി നമുക്ക് ലയനെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരാം? പിക്ചർ ഞാനൊന്ന് വലുതാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ വേറൊരു തടസ്സങ്ങളൊന്നുമില്ലാതെ കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഒറിജിനാലിറ്റി നമുക്കിതിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിനെ ഇതിലൂടെ ലയൺ വരുന്നതായിട്ട് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഗിഫ് മോഡൽ ലയൺ ഉണ്ട്, അതിനെ കൂടെ നമ്മളിതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഡ്രാഗ് ചെയ്തു, എന്നിട്ട് അത് ബാക്ക്ഗ്രൗണ്ടിലാണ് കിടന്നത്. അതിനെ എന്ത് ചെയ്തു, ബ്രിങ് ഫോർവേഡ്, മുന്നിലേക്ക് കൊണ്ടുവന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൻ്റെയും അതുപോലെ തന്നെ ട്രീസിൻ്റെ ഇടയിലായിരിക്കണം ഇത് ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് നമ്മളിവിടെ നിന്ന് ജസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആനിമേഷൻ കൊടുത്ത് നമുക്ക് പ്ലേ കൊടുത്തു നോക്കാം. ഇത് പ്ലേ ആവുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കിവിടെ പ്ലേ ഓൾ എന്ന ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത പോലെ തന്നെ ലയൺ ഇങ്ങനെ ഓടുന്നതായിട്ട്, ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പിക്ചറിനെ നമുക്ക് സേവ് ചെയ്തൊരു വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഫയൽ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഫയൽ, സേവ് അസ്, ബ്രൗസ്, ഡെസ്ക്ടോപ്പിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് നെയിം അടിച്ചു കൊടുക്കാം. ലയൺ കാർട്ടൂൺ എന്നാണ് ഞാനിപ്പോൾ പേര് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സേവ് അസ് ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് MPEG ഫോർ വീഡിയോ എന്ന് നമുക്ക് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റിംഗ് വീഡിയോ ലയൺ കാർട്ടൂൺ MP4 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വളരെ സാവധാനത്തിലായിരിക്കും വീഡിയോസ് MP4 വീഡിയോസൊക്കെ സേവ് ആവുന്നത്. അപ്പോൾ അത്രയും ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക. വേറെ ഒന്നും ആ ടൈമിൽ പവർ പോയിന്റിൽ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹാങ് ആയി നമ്മൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് സേവ് ആവത്തില്ല, അത് സ്കിപ്പായി മാറും. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ താഴെ നോക്കിയാൽ അറിയാം, അവിടെ ഒന്നും തന്നെ ഇല്ല, സേവ് ആയിട്ടുണ്ട് വീഡിയോ. ഈ സേവ് ആയ വീഡിയോ നമുക്ക് എങ്ങനെ കാണാം. ഈ നമ്മുടെ പവർ പോയിന്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നമ്മളത് സേവ് ചെയ്തത്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ സേവ് ചെയ്ത വീഡിയോ ഉണ്ടാവും. നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. വാവ്, വെരി ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഇതുപോലെയുള്ള പുതിയ പുതിയ ടിപ്സുകളുമായിട്ട് നമുക്ക് ഓരോ വീഡിയോയിലും കാണാം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.